രാഹുൽ അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ IG ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഇടത്താണ് രാഹുൽ ഉള്ളത്. ഒപ്പം ഷാഫിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? മൂക്കിന് 2 പൊട്ടലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സന്ദർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഡോക്ടർമാർ നേരത്തെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഷാഫിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അഭിലാഷ്, പേരാമ്പ്ര മുതൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വരെ മൂക്കിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എത്തിയത്. അതായത് ആദ്യമേ ആശുപത്രിയിലേക്ക് ഷാഫിയെ കാണാൻ വന്ന നേതാക്കളുടെ വസ്ത്രത്തിലേക്ക് പോലും ഷാഫിയുടെ മൂക്കിൽ നിന്ന് രക്തം ഒഴുകുകയായിരുന്നു. പിന്നീട് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോഴാണ് ഷാഫിയുടെ മൂക്കിന്റെ എല്ലിൽ 2 പൊട്ടലുകളുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞത്. അത്തരം ഗുരുതരമായ പരിക്ക് തന്നെയാണ്. രാത്രി ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിട്ടുണ്ട്. കുറഞ്ഞത് 5 ദിവസമെങ്കിലും MP-ക്ക് പൂർണ്ണ വിശ്രമം വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് കൂടുതൽ നേതാക്കൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദേശീയ നേതാക്കളൊപ്പം സംസ്ഥാന നേതാക്കൾ, UDF-ന്റെ എല്ലാ നേതാക്കളും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അഭിലാഷ്, ഒപ്പം തന്നെ MP-ക്ക് മാത്രമല്ല 25ലധികം UDF-ന്റെ പ്രവർത്തകർക്ക് സാരമായി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ്. അതിലൊരു ലീഗ് പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതര പരിക്കുണ്ട്. അദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന സംശയം പോലും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. ആ പ്രവർത്തകനും കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാക്കിയുള്ള പ്രവർത്തകർ പേരാമ്പ്രയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഒക്കെയായി ചികിത്സയിൽ കഴിയുകയാണ്. അതായത് 8ലധികം ടിയർ ഗ്യാസുകളാണ് UDF പ്രവർത്തകർക്ക് നേരെ ഇന്നലെ രാത്രി പോലീസ് പ്രയോഗിച്ചത്. ലാത്തി ചാർജ് ഉണ്ടായി. ഒരു ഘട്ടത്തിൽ പോലീസിന് നേരെ കല്ലേറുമുണ്ടായി. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. പിന്നീട് അവസാനം നേതാക്കൾ ഇടപെട്ടു. ഷാഫി അടക്കം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിന് പിന്നാലെ കൂടുതൽ പോലീസുകാരെത്തി. ആ സമയത്തും UDF-ന്റെ പ്രവർത്തകർ റോഡിന്റെ ഒരു വശത്ത് സംഘടിച്ചിരുന്നു, മറുഭാഗത്ത് പോലീസ് സംഘടിച്ചിരുന്നു. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷമാണ് രംഗം അല്പമെങ്കിലും ശാന്തമായിരുന്നത്. കോഴിക്കോട് റൂറൽ SP എന്ന സ്ഥലത്തേക്ക് നേരിട്ട് വന്നു. SP തന്നെ പറഞ്ഞത് പോലീസ് ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്നതാണ്. അതായത് ഈ പ്രവർത്തകർ തമ്മിൽ തന്നെ ഒന്നും തള്ളും ഉണ്ടാവുകയും അവിടെ ആ വിധത്തിലുള്ള ഞെരുക്കമൊക്കെ ഉണ്ടായ സമയത്താണ് MP-ക്ക് അടക്കം പരിക്കേറ്റതെന്നാണ് SP തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നുമല്ല, അങ്ങനെയല്ല യാഥാർത്ഥ്യമെന്ന് പൂർണ്ണമായും ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. UDF പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ വാക്കുകൾക്കും പ്രകോപനപരമായ മുദ്രാവാക്യം വിളികൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് പോലീസ് കൃത്യമായി ലാത്തി വീശിയത്. അതിനു മുൻപ് തന്നെ ഒരു ടിയർ ഗ്യാസ് പ്രവർത്തകർക്ക് നടുവിൽ വെച്ച പോലീസുകാർക്ക് സമീപത്ത് തന്നെയായി പൊട്ടുന്നതും കാണാൻ കഴിയും. അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള സംഘർഷം, തെരുവ് യുദ്ധ സമാനമായ അവസ്ഥയും ഉണ്ടായത്. DYFI പ്രവർത്തകർ പിന്നീട് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അവർക്ക് നേരെ പോലീസിന് മറ്റു നടപടികൾ സ്വീകരിക്കേണ്ടതായി വന്നില്ല. സ്വാഭാവികമായും അങ്ങനെ സ്വീകരിക്കുകയും ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഏതായാലും CPM DYFI പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമേ അല്ല അവിടെ ഉണ്ടായത്. അവർ മുഖാമുഖം എത്തി മുദ്രാവാക്യം വിളിക്കുക, പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുക, മുഖാമുഖം പോർവിളി മുഴക്കുക മാത്രമാണ് ഉണ്ടായത്. പക്ഷേ പോലീസാണ് UDF പ്രവർത്തകരെ, UDF-ന്റെ കോൺഗ്രസിന്റെ MP-യെ ഈ വിധത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് 25ലധികം പ്രവർത്തകരെയും MP-യെ തന്നെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. MP-യുടെ മൂക്കിന് ലാത്തി കൊണ്ടുള്ള അടിയിൽ പരിക്കേറ്റ് മൂക്കിന്റെ എല്ലിന് 2 പൊട്ടലുകളുണ്ട്. കുറഞ്ഞത് 5 ദിവസമെങ്കിലും വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അഭിലാഷ തത്സമയം കാണുന്നത് കോഴിക്കോട് IG ഓഫീസിന് മുൻപിൽ UDF-ന്റെ പ്രതിഷേധ സംഗമം നടക്കുന്നതാണ്. ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ MK രാഘവൻ MP DCC പ്രസിഡന്റ്, ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ നമുക്ക് IG ഓഫീസ് മാർച്ചിലേക്ക് വരാം.